viewers, welcome back to Raise Egan. ഇന്ന് നമ്മൾ +1 ഹിന്ദിയിലെ ചാന്ദ് और കവി എന്ന ചാപ്റ്റർ പഠിക്കാം. ചാന്ദ് और കവി रामधारी सिंह दिनकर. നോക്കൂ. रात यो कहने लगा मुझसे गगन का चांद, आदमी भी क्या अनोखा जीव होता है. उलझने अपनी बनाकर आप ही फंसता है और फिर बेचैन हो जगता ना सोता. അതായത് രാത്രിയിൽ ആകാശത്തിലെ ചന്ദ്രൻ എന്നോട് പറഞ്ഞു തുടങ്ങി, എന്ത് മനുഷ്യൻ എന്തൊരു അതുല്യ ജീവിയാണ്. സ്വന്തം കെണികൾ സൃഷ്ടിച്ചുകൊണ്ട് അവൻ തന്നെ അതിൽ കുടുങ്ങിപ്പോകും. ആപ് ഹി ഫസ്താ ഹൈ और फिर बेचैन हो जगता ना सोता. എന്നിട്ട് ഉറക്കമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കുന്നു. जानता है तू कि मैं कितना पुराना हूँ. നിനക്കറിയോ ഞാൻ എത്രത്തോളം പഴയതാണെന്ന്. ഇവിടെ കവി അല്ലെ കാവ്യചേതനയും അതുപോലെ തന്നെ ചന്ദ്രനും തമ്മിലുള്ള ഒരു വാക്തർക്കങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. मैं चुका हूँ देख मनु को जन्मते मरते और लाखों बार तुझसे पागलों को भी चांदनी में बैठ सपनों को पर सही करते. അതായത് ഇവിടെ പറയാണ്, ചന്ദ്രൻ പറയാണ്, ഞാൻ എത്ര സീനിയർ ആണെന്ന് അറിയാമോ, ഞാൻ എത്ര ശ്രേഷ്ഠനാണെന്ന് അറിയാമോ എന്ന രീതിക്ക് പറയാണ്. മനു ജനിക്കുന്നതും മരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. മനു എന്ന് പറയുന്നത് ജയശങ്കർ പ്രസാദ് ജി എഴുതിയിട്ടുള്ള കാമായിനി എന്ന പുസ്തകത്തിലെ അതിൽ പറയുന്നുണ്ട് ആദിമ മനുഷ്യൻ മനു എന്ന രീതിയിലാണ്. അപ്പം അതിനെയാണ് ഇവിടെ പറയുന്നത്, എന്ത് മനു എന്ന ഒരു കോൺസെപ്റ്റിൽ മനുഷ്യനായിട്ടാണ്, ആദ്യത്തെ മനുഷ്യൻ എന്ന കോൺസെപ്റ്റ്. और लाखों बार तुझसे पागलों को भी चांदनी में बैठ सपनों पर സഹി കർത്തേ ഹെ. എന്താണ്, ദശലക്ഷക്കണക്കിന് തവണ ഞാൻ ചന്ദ്രപ്രകാശത്തിലിരുന്ന് നിങ്ങളെക്കാൾ ഭ്രാന്തന്മാരെ പോലും അവരുടെ സ്വപ്നങ്ങൾ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ സ്വപ്നങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. നോക്കൂ, ആത്മീക സ്വപ്ന ഹേ വ ബുൽബുലാ ജൽക. എന്താണ്, മനുഷ്യന്റെ സ്വപ്നം എന്ന് പറയുന്നത് വെള്ളക്കുമിളകൾ പോലെയാണ്. ആജ് ബൻതാ ഓർ കൽ ഫിർ ടൂട്ട് ജാതാ ഹെ. ഇന്ന് അത് ഉണ്ടാകുന്നു, നാളെ എന്താണ്, അത് പൊട്ടിപ്പോകുന്നു. കിന്തു തോ ഭി ധന്യ ടഹരാ ആത്മീ ഹി തോ ബുൽബുലോം സേ ഗേൽതാ കവി ബനാതാ ഹെ. ഇത്തരത്തിലുള്ള നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കുമിളകളെ പോലെയുള്ള അല്ലെ കവികളായി മാറുകയും അത് ഇന്ന് വളരെയധികം എനർജറ്റിക് ആയി നിന്നിട്ട് നാളെ അത് പൊട്ടിപ്പോകുന്ന പോലെ ആയിപ്പോകുകയും ചെയ്യുന്നു. मैं न बोला किंतु मेरी रागनी बोली, चांद फिर से देख मुझको जानता है तू, स्वप्न मेरे बुलबुले है ये यही पानी, आग को भी क्या नहीं पहचानता है तू. എന്താണ് പറയുന്നത്, ഞാൻ മിണ്ടിയില്ലെങ്കിലും എൻ്റെ രാഗിണി പറഞ്ഞു, ചന്ദ്ര ഫിർ സേ ദേഖ്, നീ ഒന്നുകൂടെ നോക്കൂ. എന്ത് നോക്കൂ, ഞാൻ അല്ലെങ്കിൽ എൻ്റെ, നിനക്ക് എന്നെ അറിയാമോ, സ്വപ്നങ്ങൾ എൻ്റെ കുമിളകളാണോ, അതുപോലെ തന്നെ സ്വപ്നങ്ങളെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ സ്വപ്നങ്ങൾ കുമിളകളാണോ, ഹേ യഹി പാനി, ഈ ഒരു വെള്ളം, ആഗ് കോബി ക്യാ നഹി പെഹചാൻതാ ഹേ തൂ, തീയെ പോലും നിനക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. മേ ന വ ജോ സ്വപ്ന പർ കേവൽ സഹി കർത്തേ. എന്താണ്, ആഗ് മേ ഉസ്കോ ഗലാ ലോഹ ബനാത്തി ഹൂ और उस पर नींव रखती हूँ नए घर की, इस पर दीवार फैला दी उड़ाती. ഞാൻ എന്താണ്, എൻ്റെ സ്വപ്നങ്ങളെ സത്യമാക്കുക തന്നെ ചെയ്യും. ആഗ്മേ ഉസ്കോ ഗലാ ലോഹ ബനാത്തി ഹും, തീ കൊണ്ട് അതിൽ നിന്നും എന്താ ഒരു ലോഹം പോലെ ഞാൻ അത്രയും ശക്തമാക്കി അതിനെ മാറ്റും. ഓർ ഉസ് നീവ് പർ രക്തി ഹും, അതിനെ അടിത്തറയിടും അല്ലേ. ആ അടിത്തറയിൽ നിന്നും ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ കൊണ്ടുള്ള ഒരു വീട് നെയ്യും. ഇസ് തര ദീവാർ ഫൈലാ ദി ഉടാത്തി ഹെ. മനു നഹി മനുപുത്ര ഹേ യേ സാമനെ. ഇന്ന് മനുഷ്യനല്ല, മനുഷ്യന്റെ അല്ലെ, ഇന്ന് മനുവല്ല മനുഷ്യപുത്രനാണ്. ജിസ്കി കൽപ്പന കി ജീബ് മേ ഭി ദാർ ഹോത്തി ഹൈ, ബാൺ ഹി ഹോത്തെ വിചാരോं के नहीं केवल സ്വപ്ന കെ ഭി ഹാത്ത് മേ തൽവാർ ഹോത്തി ഹൈ. ഇത് മനുഷ്യനല്ല, മുന്നിൽ മനുവിന്റെ മകനാണ്. ഭാവനയുടെ നാവിനും വളരെയധികം മൂർച്ചയുണ്ട്. ചിന്തകൾ അമ്പുകൾ മാത്രമല്ല, സ്വപ്നങ്ങൾക്കും അവരുടെ കൈകളിൽ വാളുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അവസാനത്തെ പങ്ക്തി നോക്കാം. स्वर्ग के सम्राट को जाकर खबर कर दे, रोज ही आकाश चढ़ते जा रहे हैं, रोकिए जैसे बने इन स्वप्न वालों को, स्वर्ग की ही और बढ़ते आ रहे हैं. നീ പോയി സ്വർഗ ചക്രവർത്തി ആയിട്ടുള്ള അവരോട് പറയൂ, എന്ത്, ഞങ്ങൾ എന്നും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ട് ഉറപ്പായിട്ടും ആകാശത്തിലേക്ക് സ്ഥിരമായി കയറിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് തടുക്കാനാവില്ല എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. രോഖിയേ ജേസേ ബനെ, നിങ്ങളത് തടുക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ഇൻ സ്വപ്ന വാലോം കോ സ്വർഗ കി ഹി ഓർ ബഡ്തേ ആ രഹേ ഹേ. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ആളുകളെ എന്നും ആകാശത്തിൽ
സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു നമ്മളോട് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് എന്ത്? പ്രസ്തുത കവിതാംശ की आस्वादन टिप्पणी लिखे. प्रस्तुत कवितांश चांद और कवि कविता से अवतरित है. इसके कवि है सुप्रसिद्ध देशभक्त कवि रामधारी सिंह दिनकर. चांद और कवि दिनकर जी का प्रगतिशील कविता है. चांद और कवि दिनकर जिയുടെ ഒരു പ്രഗതിശീൽ കവിതയാണ്. कवि से चांद कहता है कि मनुष्य विचित्र जीव है. മനുഷ്യൻ ഒരു വിചിത്രമായ ജീവിതമാണ്. ये इसलिए है, അത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ട്? कि आदमी जानबूझकर उलझने उत्पन्न करता है, उसी में फंस रहता है, फिर बेचैन होकर उसको नींद तक दुस्सह होता है. അതായത് മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോരോ കുഴികൾ തോണ്ടുകയും ആ കുഴിയിൽ തന്നെ പോയി ചാടുകയും എന്നിട്ട് അവിടെ നിന്ന് വേവലാതിപ്പെടുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലാണ് മനുഷ്യന്റെ ജീവിത രീതി എന്നാണ് പറയുന്നത്. ചാന്ദ് സൃഷ്ടിക്ക് പുരാനെ പദാർത്ഥ ഹോനെ പർ അഹം കർത്താ ഹെ. ഇവിടെ ചാന്ദ് ചന്ദ്രനും അതുപോലെ തന്നെ കാവ്യചേതനയും തമ്മിലുള്ള ഒരു വാക് തർക്കങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ചന്ദ്രൻ പറയുന്നുണ്ട് എന്ത്? ഞാൻ ഏറ്റവും പുരാതനമായ ഒന്നാണ്. ചാന്ദ് कहता है कि उसमें आदि मानव मनु के जन्म और मरण देखा है. ഞാൻ ആദിമ മനുഷ്യനായിട്ടുള്ള മനുവിന്റെ ജനനവും മരണവും കണ്ടവനാണ്. चांदनी में पागल की तरह बैठ स्वप्नों को यथार्थ में परिवर्तन करने का परिश्रम करने वाले कवि को चांद तुच्छ मानता है. ഇവിടെ സ്ഥിരമായി സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നോക്കുന്ന കവിയെ ചന്ദ്രൻ വെറും തുച്ഛമായിട്ട് പരിഗണിക്കുകയാണ്. ഹമാരെ സമാജ് മേ കൈ പ്രകാർ കി റൂഢിയാ ഹെ. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് തരത്തിലുള്ള രൂഢികളുണ്ട് അല്ലെ, വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. വേ സദാ പരിവർത്തൻ കെ വിരുദ്ധ ഗടീതെത്തി ഹെ. ഇവയൊക്കെ പരിവർത്തനം എന്താ? മാറ്റം അല്ലെ, മാറ്റത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുകയാണെങ്കിൽ കവിതാംശമേ चांद रूढ़ियों का प्रतिनिधि है, परिवर्तन एक क्षण में नहीं होता है. ഇവിടെ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ്? പരിവർത്തനത്തെ, മാറ്റത്തെ എതിർക്കുന്ന ഒന്നായും കാവ്യചേതന എന്നുള്ളത് എപ്പോഴും എന്താ? പുരോഗതിയെ മാത്രം ഉന്നയിക്കുന്ന ഒരു സാധനമായിട്ടുമാണ്. उसके पीछे दशकों की कल्पनाएं और स्वप्न समाहित है. ഇതിന്റെ പിറകിൽ ഒരുപാട് വർഷത്തെ സ്വപ്നങ്ങളും അതുപോലെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. परिवर्तन के लिए कल्पना करने वालों और स्वप्न देखने वालों का प्रतिनिधि है कवि. ഇവിടെ കവി മാറ്റം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചാന്തോർ കവിയിൽ കവി മാറ്റം ആഗ്രഹിക്കുന്ന ഒരാളാണ്. കവിതാംശ की ഭാഷ सरल है. ഈ കവിതയുടെ ഭാഷ വളരെ സിമ്പിൾ ആണ്. पंक्तियां प्रतीकात्मक और बिंब प्रधान है. വരികളൊക്കെ പ്രതീകാത്മകവും അതുപോലെ തന്നെ ബിംബപ്രധാനവുമാണ്. कवितांश का भाव हमें लाने में कवि सफल हो गए हैं. कवि ने यहाँ मानव की क्रियात्मक प्रगति शक्ति, പ്രതിഭാശക്തി को भी महत्व दिया है. കവിയുടെ ആ ഒരു സ്വപ്നം കണ്ട് മനുഷ്യര് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന ഒരു രീതിയിലാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. ഈ കവിത ചാന്തോർ കവി എന്ന കവിത വളരെയധികം സിമ്പിൾ ആണ്. നമുക്ക് ഒരു പ്രതീകാത്മക കവിത കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.